ഹലോ സ്റ്റുഡൻസ്, ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഗ്രാഫ് തിയറിയിലെ ഒരു ഇമ്പോർട്ടന്റ് കോൺസെപ്റ്റ് ആയിട്ടുള്ള അഡ്ജസൻസി മെട്രിക്സിനെ പറ്റിയാണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ അഡ്ജസൻസി മെട്രിക്സ് എന്ന് പറയുന്നത് ഗ്രാഫ്സിനെ തന്നെ മെട്രിക്സ് ഫോമിൽ റെപ്രസെന്റ് ചെയ്യുന്ന ഒരു രീതിയാണ്. നമുക്ക് ഈ ഒരു മെത്തേഡ് ഉപയോഗിച്ച് വളരെ ഈസി ആയിട്ട് ഗ്രാഫ്സിലെ വെർട്ടിസസ് തമ്മിലുള്ള കണക്ഷൻസ് നമുക്ക് അനലൈസ് ചെയ്യാൻ എളുപ്പമാണ്. നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ ഈ അഡ്ജസൻസി മെട്രിക്സിനെ പറ്റിയിട്ടുള്ള കോൺസെപ്റ്റുകൾ എന്താണ്, അതിന്റെ ഡെഫിനിഷൻ എന്താണ്, അതിന്റെ പ്രോപ്പർട്ടീസ് എന്താണ്, അതെങ്ങനെയാണ് കൺസ്ട്രക്ട് ചെയ്യുന്നത്, അതുപോലെ അത് റിലേറ്റഡ് ആയിട്ടുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് എത്രയാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഈ ഒരു വീഡിയോയിൽ മാത്രം ഈ 4 ക്വസ്റ്റ്യൻ നിങ്ങൾ സോൾവ് ചെയ്യാൻ പഠിക്കും. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കി, ഡിഫൈൻ അഡ്ജസൻസി മെട്രിക്സ് ഓർ വാട്ട് ഈസ് അഡ്ജസൻസി മെട്രിക്സ് ഓഫ് എ ഗ്രാഫ്. ഓക്കെ, then second question, construct adjacency matrix for a given graph. Then third question, write the properties of the adjacency matrix. Then find the degree using adjacency matrix. ഓക്കെ, അപ്പോൾ ഈ 4 കാര്യങ്ങളും ഈ ഒരൊറ്റ വീഡിയോ നിങ്ങൾക്ക് പഠിക്കും. അഡ്ജസൻസി മെട്രിക്സ് എന്ന് പറയുന്നത് ഗ്രാഫ്സിനെ മെട്രിക്സ് ഫോമിൽ റെപ്രസെന്റ് ചെയ്യുന്ന ഒരു രീതിയാണ്. ഓക്കെ, നമുക്കൊരു n വെർട്ടിസസ് ഉള്ള ഒരു ഗ്രാഫ് ഉണ്ടെങ്കിൽ അതിന്റെ അഡ്ജസൻസി മെട്രിക്സ് എന്ന് പറയുന്നത് ഒരു n/n മെട്രിക്സ് ആണ്. ദെൻ നമുക്കൊരു ഗ്രാഫ് ഉണ്ട്, n വെർട്ടിസസ് ഉള്ള ഒരു ഗ്രാഫ് ഉണ്ടെങ്കിൽ ആ n വെർട്ടിസസ് ഉള്ള ഗ്രാഫിന് നമ്മൾ അഡ്ജസൻസി മെട്രിക്സ് എഴുതുവാണെങ്കിൽ അത് n/n ഓർഡറുള്ള ഒരു മെട്രിക്സ് ആയിരിക്കും നമുക്ക് കിട്ടുക. ഓക്കെ, ആ മെട്രിക്സിനകത്ത് റോ റെപ്രസെന്റ് ചെയ്യുന്ന എന്താണ്, ഇറ്റ് റെപ്രസെന്റ്സ് ദ സ്റ്റാർട്ടിംഗ് വെർട്ടിസസ്. സ്റ്റാർട്ടിംഗ് വെർട്ടിസസിനെ റെപ്രസെന്റ് ചെയ്യുന്നതാണ് റോ. അതുപോലെ കോളംസ് റെപ്രസെന്റ് ചെയ്യുന്നത് എൻഡിങ് വെർട്ടക്സിനെയാണ്. നോക്കുക, സ്റ്റാർട്ടിംഗ് വെർട്ടക്സിനെ റെപ്രസെന്റ് ചെയ്യുന്ന റോസിലാണ് നമ്മൾ വാല്യൂസ് കൊടുക്കുക. അതുപോലെ എൻഡിങ് വെർട്ടക്സിനെ റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കോളംസ് ആണ് ഉപയോഗിക്കുക. അപ്പോൾ അതൊരു മെട്രിക്സ് ആണെന്ന് പറഞ്ഞു. ആ മെട്രിക്സിലെ ഓരോ എൻട്രീസും റെപ്രസെന്റ് ചെയ്യുന്നത് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വെർട്ടിസസ് തമ്മിൽ എഡ്ജസ് ഉണ്ടോ എന്നാണ്. അപ്പോൾ അഡ്ജസൻസി മെട്രിക്സ് എന്താണെന്നുള്ളത് മനസ്സിലായല്ലോ. ഇനി അത് നമുക്കൊരു ഡെഫിനിഷൻ രൂപത്തിൽ എങ്ങനെ എഴുതാൻ പറ്റും നോക്കാം. ഡെഫിനിഷൻ ആയിട്ട് എഴുതിയാൽ, ഇഫ് എ ഈക്വൽ ടു മെട്രിക്സ് Aij is the adjacency matrix, then each entry Aij equal to 1 if there is an edge between Bi and Bj. Bi എന്നുള്ള വെർട്ടക്സും Bj എന്നുള്ള വെർട്ടക്സും തമ്മിൽ ഒരു എഡ്ജ് ഉണ്ടെങ്കിൽ we will write 1 there equal to 0 otherwise. അപ്പോൾ അങ്ങനെ ഒരു എഡ്ജ് ഇല്ല എങ്കിൽ നമ്മൾ അവിടെ 0 എന്ന് എഴുതും, എഡ്ജ് ഉണ്ടെങ്കിൽ 1 എന്ന്. ഓക്കെ, ഓർത്തിരിക്കുക, ഡെഫിനിഷൻ ഓർത്തിരിക്കുക. ദെൻ നമുക്ക് ഇത് വെച്ചിട്ട് ഒരു അഡ്ജസൻസി മെട്രിക്സ് എങ്ങനെ കൺസ്ട്രക്ട് ചെയ്യാൻ നോക്കാം. ഇനി നമുക്ക് അഡ്ജസൻസി മെട്രിക്സ് എങ്ങനെയാണ് കൺസ്ട്രക്ട് ചെയ്യുന്നത് എന്ന് നോക്കാം. നമുക്ക് 3 വെർട്ടിസസ് തന്നിട്ടുണ്ട്, V1 V2 V3. 3 വെർട്ടിസസ് ഉണ്ട്, കുറച്ച് എഡ്ജസ് സെറ്റും തന്നിട്ടുണ്ട്. അതായത് V1 V2 ഒരു എഡ്ജ്, V1 V3 വേറൊരു എഡ്ജ്, V2 V3 വേറൊരു എഡ്ജ്. അങ്ങനെ 3 എഡ്ജസും തന്നിട്ടുണ്ട്, 3 വെർട്ടിസസും തന്നിട്ടുണ്ട്. ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒരു അഡ്ജസൻസി മെട്രിക്സ് നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും നോക്കാം. കോസിനെ റെപ്രസെന്റ് ചെയ്യുന്നത് സ്റ്റാർട്ടിംഗ് വെർട്ടക്സുകളാണെന്ന് പറഞ്ഞു. അപ്പോൾ V1 V2 V3 3 വെർട്ടക്സുകളാണ് നമുക്കുള്ളത്. അതുപോലെ കോളത്തെ റെപ്രസെന്റ് ചെയ്യുന്നത് എൻഡിങ് വെർട്ടക്സ് ആണ്. അപ്പോൾ V1 V2 V3 ഇങ്ങനെ എഴുതി. ഇനി കറസ്പോണ്ടിങ് വാല്യൂസ് ഇവിടെ എൻട്രി കൊടുക്കണം അല്ലെ. അങ്ങനെ എങ്ങനെ കൊടുക്കാൻ പറ്റും? ആദ്യത്തെ എഡ്ജ് നോക്കാം, V1 V2 എന്നുള്ള എഡ്ജാണ്. V1 V2 എന്നുള്ള എഡ്ജ് നമ്മളിവിടെ നോക്കാം, V1 V1 ആണ് എൻട്രി അല്ലെ. ഈ പൊസിഷനിൽ വരുന്നത് V1 കറസ്പോണ്ടിങ് ആയിട്ട് V1. അപ്പൊ V1 സ്റ്റാർട്ട് ചെയ്ത് V1 എൻഡ് ചെയ്യുന്ന എത്ര എഡ്ജ് ഉണ്ട് അതാണ് ഇവിടെ എഴുതേണ്ടത്. V1 നിന്ന് V1 നമുക്ക് ഇവിടെ ലൂപ്പ് ഒന്നും പറഞ്ഞിട്ടില്ല അല്ലെ. V1 to V1 എന്ന് പറഞ്ഞാൽ ലൂപ്പ് ആയിരിക്കും വരിക, പക്ഷേ ക്വസ്റ്റ്യനിൽ ലൂപ്പ് ഒന്നും പറഞ്ഞിട്ടില്ല, 0. ഇനി V1 V2 എന്ന് പറയുമ്പോൾ എന്താ, ഗ്രാഫിനകത്ത് V1 V2 എന്ന് പറയുന്ന എഡ്ജ് ഇവിടെയാണ് സ്റ്റാർട്ടിംഗ് വെർട്ടക്സ്, എൻഡിങ് വെർട്ടക്സ് V2. അപ്പൊ V1 V2 എന്ന് പറയുന്ന എഡ്ജ് ഉണ്ടോ എന്ന് നോക്കാം. അതെ, ക്വസ്റ്റ്യനിൽ V1 V2 എന്നുള്ളൊരു എഡ്ജ് ഉണ്ട്. സോ നമ്മളിവിടെ 1 കൊടുക്കും. ഒരു എഡ്ജ് ഉണ്ട്, അതുകൊണ്ട് 1 കൊടുത്തു. ഇനി V1 V3 സ്റ്റാർട്ടിംഗ് വെർട്ടക്സ് V1 ആണ്, എൻഡിങ് വെർട്ടക്സ് V3 ആണ്. സോ V1 V3 എന്നുള്ള എഡ്ജ് ഉണ്ടോ എന്ന് നോക്കാം. V1 V3 എന്നുള്ള എഡ്ജും ഉണ്ട്. സോ അവിടെ 1 കൊടുക്കാം. ഇനി അടുത്ത വെർട്ടക്സ് V2 സെക്കൻഡ് റോയിലേക്ക് പോവാണ്. V2 സ്റ്റാർട്ട് ചെയ്യുന്ന V1 എൻഡ് ചെയ്യുന്ന എഡ്ജ് ഉണ്ടോ നോക്കാം. V2 V1 എന്ന് പറഞ്ഞ എഡ്ജ് ഉണ്ടോ? V2 V1 എന്നുള്ള എഡ്ജ് ആയിട്ട് ഇവിടെ എഴുതിയിട്ടില്ല, പക്ഷെ V1 V2 എന്ന് പറയുന്ന എഡ്ജ് നമുക്ക് ഇവിടെ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. V1 V2 അത് തന്നെയല്ലേ V2 V1 എന്ന് പറഞ്ഞാൽ സെയിം എഡ്ജ് തന്നെയല്ലേ. നമുക്ക് പേരെങ്ങനെ വേണമെങ്കിൽ കൊടുക്കാം, V1 V2 എന്ന് കൊടുക്കാം, അല്ലെങ്കിൽ V2 V1 സെയിം എഡ്ജിനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. സോ ഇവിടെ നമ്മൾ 1 എഴുതും. ദെൻ V2 V2 ലൂപ്പില്ല, അതുകൊണ്ട് ഇവിടെ 0. ദെൻ V2 V3 V2 സ്റ്റാർട്ട് ചെയ്ത് V3 എൻഡ് ചെയ്യുന്ന എഡ്ജ്. അങ്ങനെ ഒരു എഡ്ജ് ഏതാണ്? V2 V3 എന്നുള്ള ഒരു എഡ്ജ് ഉണ്ട്, ക്വസ്റ്റ്യനിലുണ്ട്. സോ 1 കൊടുക്കട്ടെ. ഓക്കെ, അപ്പോൾ സെക്കൻഡ് റോ എഴുതി കഴിഞ്ഞു. ഇനി തേർഡ് റോ നോക്കാം. സ്റ്റാർട്ടിംഗ് വെർട്ടക്സ് എന്ത് എടുക്കണം? V3 എടുക്കണം. V3 സ്റ്റാർട്ട് ചെയ്യുന്ന എഡ്ജ് എന്തെങ്കിലും ഉണ്ടോ? V3 സ്റ്റാർട്ട് ചെയ്യുന്ന എഡ്ജ് ആയിട്ട് ഇവിടെ കൊടുത്തിട്ടില്ല, പക്ഷെ V1 V3 ഉണ്ട് അല്ലെ. V1 V3 എന്ന് പറയുന്നു
V1 V3 എന്ന് പറയുന്നതും V3 V1 എന്ന് പറയുന്നത് സെയിം എഡ്ജ് തന്നെയാണ്. അപ്പോൾ നമുക്കിവിടെ എന്താ എഴുതണം? 1 എന്ന് എഴുതണം. ഓക്കെ, V3 V1 എന്ന് പറഞ്ഞാലും V1 V3 എന്ന് പറഞ്ഞാലും സെയിം എഡ്ജ് തന്നെയാണ്. സോ ഇവിടെ 1 എഴുതി. അടുത്തത് V3 V2 ഉണ്ടോ? ഉണ്ട്. V3 V2 ഇല്ല, പക്ഷെ V2 V3 ഉണ്ട്. അവിടെയും നമ്മൾ 1. ലാസ്റ്റ് V3 V3 എന്നൊരു ലൂപ്പ് ഉണ്ടോ? ഇല്ല, 0. അപ്പൊ ഈ രീതിയിലാണ് മെട്രിക്സിന്റെ റെപ്രസെന്റേഷൻ കൊടുക്കേണ്ടത്. ഓക്കെ, അപ്പൊ നമുക്കൊരു എഡ്ജ് സെറ്റ് തന്നാൽ, വെർട്ടിസസിന്റെ സെറ്റും തന്നാൽ നമുക്ക് അഡ്ജസൻസി മെട്രിക്സ് എഴുതാൻ മനസ്സിലായല്ലോ. ഇനി ഇതുപോലെ തന്നെ ക്വസ്റ്റ്യൻസ് എക്സാംസിന് സാധാരണ രീതിയിൽ ചോദിക്കാറുള്ളത്, ഒരു ഗ്രാഫ് തരും, ആ ഗ്രാഫിൽ നിന്ന് നമുക്ക് ഇതുപോലെ അഡ്ജസൻസി മെട്രിക്സ് ഫൈൻഡ് ഔട്ട് ചെയ്ത് എഴുതാൻ പറഞ്ഞിട്ടുള്ള രീതിയിലാണ് ക്വസ്റ്റ്യൻ ചോദിക്കാറ്. ഓക്കെ, നമുക്ക് ഇതിന്റെ പ്രോപ്പർട്ടീസിനെ പറ്റി പഠിക്കാം. ഫസ്റ്റ് പ്രോപ്പർട്ടി എന്ന് പറയുന്നത് സ്ക്വയർ മെട്രിക്സ് ആയിരിക്കും. നമ്മൾ ഓൾറെഡി ഡെഫിനിഷനിൽ പറഞ്ഞപ്പോൾ പറഞ്ഞു, n വെർട്ടിസസ് ഉള്ള ഒരു ഗ്രാഫിന്റെ അഡ്ജസൻസി മെട്രിക്സ് എഴുതിയാൽ അതിന്റെ ഓർഡർ എന്ന് പറയുന്നത് n/n ആയിരിക്കും എന്ന് പറഞ്ഞു. അപ്പോൾ n/n എന്ന് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഇതൊരു സ്ക്വയർ മെട്രിക്സ് ആണ്. അതായത് റോ കോളം രണ്ട് വാല്യൂ തന്നെ സെയിം തന്നെയാണ്. അപ്പോൾ ഇതൊരു സ്ക്വയർ മെട്രിക്സ് ആയിരിക്കും. ഒരു എക്സാമ്പിൾ നോക്കുവാണെങ്കിൽ ഇപ്പോൾ V1 V2 V3 V4 എന്നുള്ളതാണ് വെർട്ടിസസിന്റെ സെറ്റ് എങ്കിൽ അഡ്ജസൻസി മെട്രിക്സിനെ നമുക്ക് ഈ ഒരു ഫോർമാറ്റിൽ എഴുതാം. A11 A12 A13 A14 A21 A22 A23 A24 അങ്ങനെ പറഞ്ഞ് ലാസ്റ്റ് റോ A41 A42 A43 A44 വരെ നമുക്ക് എഴുതാൻ പറ്റും. അതായത് ഒരു 4x4 മെട്രിക്സ് ആയിരിക്കും നമുക്ക് കിട്ടുക. ഓക്കെ, അപ്പോൾ ജസ്റ്റ് ഒരു എക്സാമ്പിൾ എഴുതിയതേ ഉള്ളൂ. ഇവിടെ A11 A11 A12 എന്നൊക്കെ പറഞ്ഞ വാല്യൂസ് എന്താണ്? എഡ്ജസ് ഉണ്ടെങ്കിൽ നമ്മൾ 1 എന്ന് എഴുതും, എഡ്ജസ് ഇല്ല എങ്കിൽ 0 എന്ന് എഴുതും. ഓക്കെ, വാല്യൂസ് ആയിട്ട് ഫില്ല് ചെയ്യാം. ഇനി രണ്ടാമത്തെ പ്രോപ്പർട്ടി നോക്കാം. രണ്ടാമത്തെ പ്രോപ്പർട്ടി എൻട്രീസ് ആർ 0 or 1. ഇതിന്റെ എൻട്രീസ് എങ്ങനെയായിരിക്കും? ഒന്നുകിൽ 0 ആയിരിക്കും അല്ലെങ്കിൽ 1 ആയിരിക്കും എന്ന് പറഞ്ഞത്. നമുക്കറിയാം സിമ്പിൾ ഗ്രാഫ് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ അതിനകത്ത് ലൂപ്സ് ഒന്നും ഉണ്ടാവില്ല, പാരലൽ എഡ്ജസ് ഉണ്ടാവില്ല. സോ എഡ്ജ് ഉണ്ടെങ്കിൽ V1 V2 അല്ലെങ്കിൽ VI VJ എഡ്ജ് ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് റെപ്രസെന്റ് ചെയ്യും? ആ മെട്രിക്സിൽ 1 എന്ന് എഴുതും, അല്ലെങ്കിൽ 0 എന്ന് എഴുതും. അപ്പോൾ എൻട്രീസ് ആർ 0 or 1. ഒന്നുകിൽ 0 ആയിരിക്കാം അല്ലെങ്കിൽ 1 ആയിരിക്കാം. അതാണ് സെക്കൻഡ് പ്രോപ്പർട്ടി. മൂന്നാമത്തെ പ്രോപ്പർട്ടി ഡയഗണൽ എലമെന്റ്സ്. സിമ്പിൾ ഗ്രാഫാണ് കൺസിഡർ ചെയ്യുന്നതെങ്കിൽ അതിൽ ലൂപ്സ് ഒന്നും ഉണ്ടാവില്ല എന്ന് നമ്മൾ പറഞ്ഞു. അതിന്റെ വെർട്ടെക്സ് എന്ന് പറയുന്നത് അതിനോട് തന്നെ കണക്റ്റഡ് ആയിരിക്കില്ല, അതുകൊണ്ട് ലൂപ്പ് എക്സിസ്റ്റ് ചെയ്യുകയും ചെയ്യുന്നില്ല. അതുകൊണ്ട് ഡയഗണൽ എൻട്രീസ് എന്ന് പറയുന്നത് എന്തായിരിക്കും? 1 ആയിരിക്കും, അല്ലെങ്കിൽ എത്ര ലൂപ്സ് ഉണ്ട് എന്നുള്ളതിന്റെ എണ്ണം ആയിരിക്കും. ഓക്കെ, ഡയഗണൽ എൻട്രീസ് മേ ബി 1 or the number of loops. അടുത്ത പ്രോപ്പർട്ടി സിമെട്രിക് മെട്രിക്സ് ആണ്. അൺഡയറക്റ്റഡ് ഗ്രാഫിന്റെ കേസിലാണ് പറയുന്നത് സിമെട്രിക് മെട്രിക്സ് ആയിരിക്കും. അതായത് അഡ്ജസൻസി മെട്രിക്സ് എന്ന് പറയുന്നത് ഒരു സിമെട്രിക് മെട്രിക്സ് ആയിരിക്കും. സിമെട്രിക് മെട്രിക്സ് എന്താണെന്ന് അറിയാലോ, അതിന്റെ ട്രാൻസ്പോസ് എഴുതിയാലും സെയിം മെട്രിക്സ് തന്നെയായിരിക്കും വരിക. അപ്പോൾ ഒരു അൺഡയറക്റ്റഡ് ഗ്രാഫിന്റെ കേസ് എടുക്കുകയാണെങ്കിൽ അതൊരു സിമെട്രിക് മെട്രിക്സ് ആയിരിക്കും. പ്രോപ്പർട്ടി ഓർത്തിരിക്കുക, ചോദിക്കാറുള്ളതാണ്. അഞ്ചാമത്തെ പ്രോപ്പർട്ടി റോസം പ്രോപ്പർട്ടി. അതായത് ദ സം ഓഫ് എലമെന്റ്സ് ഇൻ എ റോ ഗീവ്സ് ദ ഡിഗ്രി ഓഫ് ദാറ്റ് വെർട്ടെക്സ്. നമ്മൾ പറഞ്ഞു ഓരോ റോയും സ്റ്റാർട്ടിംഗ് വെർട്ടെക്സുകളെയാണ് റെപ്രസെന്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞു അല്ലെ. റോ എഴുതുമ്പോൾ ഓരോ റോയും സ്റ്റാർട്ടിംഗ് വെർട്ടെക്സുകളെയാണ് റെപ്രസെന്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞു. ആ ഓരോ വെർട്ടെക്സുകളുടെ ഡിഗ്രി എത്രയാണെന്ന് അറിയാൻ വേണ്ടിയിട്ട് ആ റോയിലുള്ള വാല്യൂസിനെ മുഴുവൻ സം ചെയ്താൽ മതി. അതായത് സം ഓഫ് എലമെന്റ്സ് ഇൻ എ റോ ഗീവ്സ് ദ ഡിഗ്രി ഓഫ് ദാറ്റ് വെർട്ടെക്സ്. ആ പർട്ടിക്കുലർ വെർട്ടെക്സിന്റെ ഡിഗ്രി കാണാൻ വേണ്ടി അതിന് നേരെ കിടക്കുന്ന വാല്യൂസ് എല്ലാം കൂടെ അങ്ങ് ആഡ് ചെയ്യാം. ആ വാല്യൂ ആയിരിക്കും അവിടുത്തെ ഡിഗ്രി എന്ന് പറയുന്നത്, ആ പർട്ടിക്കുലർ വെർട്ടെക്സിന്റെ ഡിഗ്രി എന്ന് പറയുന്നത്. സോ റോ I സം ഈക്വൽ ടു ഡിഗ്രി ഓഫ് വെർട്ടെക്സ് VI. ഇമ്പോർട്ടൻ്റ് ആണ്, ഡിഗ്രീസ് ചോദിക്കാറുള്ളത്. അടുത്ത ആറാമത്തെ പ്രോപ്പർട്ടി കോളം സം പ്രോപ്പർട്ടി. ഫോർ ആൻ അൺഡയറക്റ്റഡ് ഗ്രാഫ് റോ സം ഈക്വൽ ടു കോളം സം. ഓക്കെ, റോ സമ്മും കോളം സമ്മും ഈക്വൽ ആയിരിക്കണം. ഫോർ എ ഡയറക്റ്റഡ് ഗ്രാഫ് എന്ന് പറയുന്നത് റോ സം ഈക്വൽ ടു ഔട്ട് ഡിഗ്രി ആയിരിക്കും, കോളം സം എന്ന് പറയുന്നത് ഇൻ ഡിഗ്രി ആയിരിക്കും. ഓക്കെ, അപ്പൊ ഡയറക്റ്റഡ് ഗ്രാഫ് ആണെങ്കിൽ റോ സം ഈക്വൽ ടു ഔട്ട് ഡിഗ്രി ആയിരിക്കും, കോളം സം എന്ന് പറയുന്നത് ഇൻ ഡിഗ്രി ആയിരിക്കും. ദെൻ സെവൻത്ത് പ്രോപ്പർട്ടി ടോട്ടൽ നമ്പർ ഓഫ് എഡ്ജസ്. ഇപ്പോൾ അൺഡയറക്റ്റഡ് ഗ്രാഫ് എടുക്കുകയാണെങ്കിൽ ടോട്ടൽ നമ്പർ ഓഫ് എഡ്ജസ് എന്ന് പറയുന്നത് സം ഓഫ് ഓൾ ദ മെട്രിക്സ് എലമെന്റ്സ് ഹോൾ ഡിവൈഡ് ബൈ 2. അതായത് നമ്മുടെ മെട്രിക്സിലുള്ള വാല്യൂസ് എല്ലാം തമ്മിൽ ആഡ് ചെയ്യുക, എൻട്രീസ് എല്ലാം തമ്മിൽ ആഡ് ചെയ്യുക, എന്നിട്ട് അതിനെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. ആ വാല്യൂ ആയിരിക്കും എന്ത്? ആ ഗ്രാഫിൽ എത്ര എഡ്ജസ് ഉണ്ട് എന്നുള്ളതിന്റെ വാല്യൂ. അതായത് V1 V2 ഒരു എഡ്ജ് ഉണ്ടെന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു തവണ കൗണ്ട് ചെയ്ത് എഴുതിയിട്ടുണ്ടാവും മെട്രിക്സിൽ. തിരിച്ച് V2 to V1 നമ്മൾ കൗണ്ട് ചെയ്ത് മെട്രിക്സിൽ എഴുതിയിട്ടുണ്ടാവും. അപ്പോൾ V1 റോയിലും നമ്മൾ 1 എഴുതിയിട്ടുണ്ടാവും, V1 V2 എന്നുള്ളതിന്റെ അതിന് നേരെ ഇവിടെ വാല്യൂ എഴുതിയിട്ടുണ്ടാവും, തിരിച്ച് V2 V1 കോളത്തിൽ നമ്മൾ വാല്യൂ എഴുതിയിട്ടുണ്ടാവും. അങ്ങനെ 2 തവണ ഈ വാല്യൂസിനകത്ത് ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. സോ അതുകൊണ്ടാണ് 2 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കളയുന്നത്. ഓക്കെ,
അപ്പോൾ എക്സാക്ട് നമ്പർ കാണാൻ വേണ്ടി നമ്പർ ഓഫ് എഡ്ജസ് എന്ന് പറയുന്നത് സം ഓഫ് ഓൾ ദ മെട്രിക്സ് എലമെന്റ്സ് ഹോൾ ഡിവൈഡ് ബൈ 2 ആയിരിക്കും. അപ്പോൾ ഇത്രയും പ്രോപ്പർട്ടികൾ, ഈ 7 പ്രോപ്പർട്ടികളാണ് നിങ്ങൾ പഠിക്കേണ്ടത്, അഡ്ജസൻസി മെട്രിക്സിന്റെ റിലേറ്റഡ് ആയിട്ട് പഠിക്കേണ്ടത്. ഇനി നമുക്കൊരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യാം. കൺസ്ട്രക്ട് അഡ്ജസൻസി മെട്രിക്സ് ഓഫ് ദ ഫോളോയിങ് വെർട്ടിസസ് V1, V2, V3, V4. ഓക്കെ, അപ്പോൾ നമുക്ക് സാധാരണ ഫിഗർ തന്നിട്ട് ആദ്യം അഡ്ജസൻസി മെട്രിക്സ് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ ചോദിക്കാറുണ്ട്. ഇതിന്റെ സൊല്യൂഷൻ എങ്ങനെ വരും? ഓക്കെ, നമുക്ക് തന്നിരിക്കുന്ന ഗ്രാഫ് ഇതാണ്. വെർട്ടിസസ് ഏതൊക്കെയാണ്? V1, V2, V3, V4 ആണ് തന്നിരിക്കുന്നത്. നമ്മൾ എങ്ങനെയാണ് ഇതിന്റെ അഡ്ജസൻസി മെട്രിക്സ് കൺസ്ട്രക്ട് ചെയ്യുന്നത് നോക്കാം. നമുക്ക് എഡ്ജസ് ഏതൊക്കെയുള്ളത്? V1, V2 ഉണ്ട് ഒരു എഡ്ജ്, അടുത്ത എഡ്ജ് V1, V4 ഉണ്ട്, അടുത്തത് V3, V4 ഉണ്ട്, അടുത്തത് V2, V3 ഉണ്ട് അല്ലേ? V1, V2 തിരിച്ച് V2, V1 നമ്മൾ മെട്രിക്സ് എഴുതുമ്പോൾ കൗണ്ട് ചെയ്യും. V1, V4 ഉണ്ട്, V3, V4 ഉണ്ട്, ദെൻ V3, V2 ഉണ്ട്, V2, V1. അപ്പോൾ ഇത്രയും എഡ്ജസ് ആണ് നമുക്ക് ഇതിനകത്തുള്ളത്. 4 എഡ്ജസ് ആണ് ഇതിനകത്തുള്ളത്. ഈ മെട്രിക്സ് എങ്ങനെ എഴുതാം? അഡ്ജസൻസി മെട്രിക്സ് എങ്ങനെ എഴുതാം? അഡ്ജസൻസി മെട്രിക്സ് എന്ന് പറഞ്ഞത് എങ്ങനെ എഴുതാൻ പറ്റും നോക്കി. 4 വെർട്ടെക്സ്. അപ്പോൾ നമ്മൾ V1, V2, V3, V4 എഴുതി. ഇവിടെ V1, V2, V3, V4 എഴുതി. ഇനി V1, ഇവിടെ ലൂപ്പ് ഉണ്ടോ? ഇല്ല. നമ്മൾ 0 കൊടുക്കും. V1, V2 എന്ന് പറഞ്ഞ ഒരു എഡ്ജ് ഉണ്ട്, സോ 1 ഇവിടെ കൊടുത്തു. V1, V3 എന്നുള്ള എഡ്ജ് ഉണ്ടോ? V1 നിന്ന് V3ലേക്ക് എഡ്ജ് ഉണ്ടോ? ഇല്ല. അപ്പൊ നമ്മൾ 0 കൊടുത്തു. V1, V4 എഡ്ജ് ഉണ്ടോ? എഡ്ജ് ഉണ്ട്, 1. അടുത്ത V2 സ്റ്റാർട്ട് ചെയ്യാം. V2, V1 ഉണ്ടോ? ഉണ്ട്. ഇതേ എഡ്ജ് തന്നെ നമുക്ക് V2, V1, V2 ആയിട്ട് കൺസിഡർ ചെയ്യാം. അത് 1 കൊടുത്തു. V2 ഉണ്ടോ? ലൂപ്പ് ഇതിനകത്തില്ല, 0 കൊടുത്തു. V2, V3 ഉണ്ടോ? V2, V3 എന്നുള്ള ഒരു എഡ്ജ് ഉണ്ട്, അവിടെ 1 കൊടുത്തു. V2, V4 ഉണ്ടോ? V2 നിന്ന് V4ലേക്ക് എഡ്ജ് ഇല്ല, അതുകൊണ്ട് 0 കൊടുത്തു. ദെൻ V3 സ്റ്റാർട്ട് ചെയ്യാം. V3, V1 ഉണ്ടോ? V3 നിന്ന് V1ലേക്ക് എഡ്ജ് ഇല്ല, അപ്പൊ 0 കൊടുത്തു. V3 to V2 ഉണ്ടോ? V1, V2 ഉണ്ട്, തിരിച്ച് V2, V3 നമുക്ക് എടുക്കാം, ഡയറക്റ്റഡ് അല്ല, സോ 1 കൊടുത്തു. V3 ഉണ്ടോ? ലൂപ്പ് ഇവിടെ ഇല്ല, അതുകൊണ്ട് 0 കൊടുത്തു. ദെൻ V3, V4 നിന്ന് V4ലേക്ക് എഡ്ജ് ഉണ്ട്, അതുകൊണ്ട് 1 കൊടുത്തു. ഇനി V4 സ്റ്റാർട്ട് ചെയ്യുന്ന എടുക്കാം. V4 നിന്ന് V1ലേക്ക് എഡ്ജ് ഉണ്ട്, ദെൻ V4 നിന്ന് V2ലേക്ക് എഡ്ജ് ഇല്ല, അപ്പൊ 0 കൊടുത്തു. V4 നിന്ന് V3ലേക്ക് എഡ്ജ് ഉണ്ട്, അപ്പൊ 1 കൊടുത്തു. ദെൻ V4 നിന്ന് V4ലേക്ക് ലൂപ്പ് അവിടെ ഇല്ല, അതുകൊണ്ട് 0. അപ്പൊ ഇതാണ് കറസ്പോണ്ടിങ് ആയിട്ടുള്ള അഡ്ജസൻസി മെട്രിക്സ് എന്ന് പറയുന്നത്. മനസ്സിലായല്ലോ? അപ്പോൾ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ്, പഠിച്ചു വെക്കുക. എക്സാംസിന് ഷുവറായിട്ടും ചോദിക്കാൻ സാധ്യതയുള്ള ഒരു സെക്ഷനാണ് അഡ്ജസൻസി മെട്രിക്സ്. അപ്പോൾ ഈ പറഞ്ഞ 4 ക്വസ്റ്റ്യനിൽ ഏതെങ്കിലുമൊക്കെ ആയിട്ട് നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. അതുപോലെ ഡയഗ്രാം കൺസ്ട്രക്ട് ചെയ്യാനും പഠിച്ചു വെക്കുക. ഓക്കെ, താങ്ക് യു.